ഇവിടെ എത്തി എത്ര പെട്ടെന്ന് വരും എത്തിയോ ബേബി ഗോ ബേബി ഗോ ബേബി ബേബി ഗോ. നല്ല സുഖമുണ്ടാ എന്റെ പ്രേമരെ? ഞാൻ റഷോട് ഹലോ ഉണ്ടല്ലേ? ബേബി ഗോ ബേബി ഗോ കണക്കൊന്നും ഇഷ്യൂസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കേറും ബ്രോ. ഇതാടാ നോക്കിയുണ്ട് നോക്കിയ നീ തരച്ചമല്ലേ ഇട്ടിട്ട് അന്നാ പെട്ടെന്നാ ടോർച്ചർ റൂമിലാ തമ്പി തമ്പി ഇങ്ങനെയുള്ള കളിക്കല്ലേ ബ്രോ. ഇനി ആടേരി ടക്കായും മറ്റേ ഇതിലല്ലേ ഉണ്ടായിരുന്നേ? ഇവിക്സിലല്ലേ ഉണ്ടായിരുന്നേ? അത്ര മാറ്റി ഇനി എണിക്കരുതേ കുറച്ചേരം അല്ലല്ല ആ ഹെൽമെറ്റ് അടക്കട്ടെ അവന്റെ. യെസ് അതെ ഇവിക്സിലായിരുന്നു ടക്കായി ഉണ്ടായിരുന്നു അറിയില്ല. ആരോ ഒരാളുണ്ടായിരുന്നു ഇവിക്സില്. രണ്ടുപേരില്ല. എല്ലാരും പോവാ. ടക്കായി നോ ടക്കായി ആണല്ലേ? അല്ല എനിക്ക് കുറച്ച് ടക്കായാ സക്കായി ഇവിക്സ് ടക്കായി ഡിഎക്സ്. ആരോ ഒരാളുണ്ടായിരുന്നു പറയാം. ആള് ടെക്സ് ആയിരുന്നു. ഓക്കെ പുലരാനേരം ജനൽവാതിക്കൽ സക്കായുടെ എക്സ് ഗ്യാങ് ആണ് ഇവിക്സ്. ഓക്കെ നിന്റെ ഗതി അവിടെയും തട്ടി ഇവിടെയും തട്ടിയൊരു ഇവിടെ അന്ന് നമ്മളൊരു ടെസ്റ്റ് അടിച്ച് ഓർമ്മ. ഇവിടെ മറ്റേ സ്ഥലം ഇവിടെ പോയോ? രാവുകളിൽ ഓരോ നേരത്തും പറ. ഓക്കെ എന്താണ് കംപ്ലൈന്റ് ചോദിച്ചോ. റീലോഡാ മീൻസ് ഡാമേജ് ആണോ? റീലോഡ് ഓക്കെ. പിന്നെ പറഞ്ഞു പെട്രോൾ ലീക്ക് ആവുന്നില്ല. ഓക്കെ ഇത് ചെക്ക് ചെയ്തോളാന്ന് പറ. നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നു പറഞ്ഞേക്ക്. സസുക്കി അൽക്കിൻ ശ്രീ അത് മറ്റേ സാധനടാ, മറ്റേ ഡാമേജാ, വേറെ ഒന്നല്ല. അല്ല ഫ്രണ്ടില് വെടി വെക്കുമ്പോ ഇവന്റെ ഒരു മുകളിൽ ഒരുത്തിനാന്ന് പേര് വെച്ചാ മടി പറയാൻ. ഇവനല്ലേ കൊഴപ്പില്ലടാ. ടൈസണാണോ അടിച്ചേ? മാരിയാ പറഞ്ഞേ? മാരിയാണോട്ടോ പറഞ്ഞേ ടോട്ടോ? അതെ ഞാൻ പറഞ്ഞില്ലേ മാരി അതെ ചെക്ക് ചെയ്യണേന്ന്. ഞാൻ അവിടെ പറഞ്ഞില്ല അതില് മാരി എന്തപ്പ ചെയ്യണേന്ന് അറിയാതെ. ഏത് ടൈസൺ? അല്ലല്ല ഡൈസൊന്നല്ല ഇവൻ തന്നെ, ഇവന്റെ ഈ മുടി ഇവൻ തന്നെ. അത് ഇവൻ തന്നെ നീ അധികം പറയല്ലേ വേണ്ടേ. എടാ അച്ഛന്റെ പേരെന്താ? ഇല്ല നോക്കട്ടെ. ഇല്ല ഞാനാ സുന്ദര. എന്റെ മുടി എങ്ങനെയാണ്? നോക്കിയേ. വാ എടാ നീ എണിച്ച നിനക്ക് സാധനം തരാം. നീ എണിച്ചൊന്ന് നിനക്ക് സാധനം തരാം കുടിക്കാൻ. ഡ്രിങ്ക് ദീസ് ഷിറ്റ്സ്. ഡ്രിങ്ക് ബോത്ത്. ഇന്ത്യയിൽ ഉണ്ടാവും, കുഴപ്പമില്ല. എന്നാലും അടിച്ചു. അല്ല പ്രണവ് ഞാൻ കൊതിക്കിനാട്ടോ കുറെ നേരം. എടാ എല്ലാരും പാടാ, ഇതെന്താടാ ടൈം പോന്ന് ശരിക്കാലോ. ഇങ്ങക്ക് എല്ലാരും മറന്ന് ഇങ്ങള് നമ്മളെ ചെയ്തല്ലോ. എടാ വേറെ വല്ല സിറ്റുവേഷൻ ഉണ്ടോ കറന്റ്? സെറ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി എന്തായി? അത് സംസാരിക്കുന്നു, സംസാരിച്ചോണ്ടിരിക്കുന്നു. മാറി
എന്താ ശിവബ്രോന്റെ ഒരു ഹെൽപ്പ് ഉണ്ടെന്ന് മറ്റേ ഡൊണേറ്റർ. ഒരു മിനിറ്റ് മറ്റേ അല്ലല്ല ഇതെന്താ കാതിലെല്ലാം കുത്തിയിട്ടെന്ന്. കാതില നീ അയ്യോ മാറ് ഒറ്റയിട്ട് നീ പെട്രോളിന്റെ വില കൂട്ടലടാ. എന്താടാ നീ അയ്യോ മാറ് എങ്ങനെ മാറ് നീ പെട്രോളിന്റെ വില കൂട്ടലടാ. എനിക്ക് ഒന്നുകൂടി തരാം. നീ ഒന്നുകൂടി കൂടി എനിക്ക് ഇന്നെ അടിക്കണോ? അല്ലല്ല നീ തടി നീ ഇത് കൂടി നീ അടിച്ചോണ്ട് കേട്ടാ. ഹലോ ആ കൊറേ ചെയ്യാണ്ട് അത് നോക്കി ഇങ്ങ് വാടാ. നീ ബോമാലി ടീഷർട്ട് തന്നെ അറസ്റ്റ് ചെയ്യാൻ വരലടാ. നീ റോഡില് ഫുള്ള് കുണ്ടും കുഴി ആക്കലടാ. നീ ആയില്ല. നീ പേര് വെച്ച പേര് പറയണം. കുടിക്കാൻ കൊടുത്ത് ഒന്നും കൂടി കൊടുക്ക്. നിന്റെ ഉണ്ടാവില്ല. നീ അടിയടാ. നിന്റെ ഉണ്ടാവും അടിച്ചോ. ഹെൽത്ത് അടിക്കാൻ നോക്കണേ. ഇവ ഷീൽഡ് ആയിക്കോട്ടെ ചിലപ്പോ. അല്ലടി നീ അല്ല. എന്തിനാ എക്സ് വെക്കുന്നേ? എക്സ് മസ്റ്റ് യൂസ് ചെയ്യല്ലേ ബ്രോ? നീ സ്പൈഡർമാൻ ആയ നീ കുറച്ച് നേരത്തേക്ക്. ഹലോ സ്പൈഡർമാൻ ആവോ? ബ്രദർ വൺ ഡേ ഒരു നാൾ മനസ്സിലായ മൈക്ക് പോയാ ബ്രദറെ അല്ല ഇവന് കൊണക്ക ശരിക്കും വേണ്ടിരുന്ന ഉസ്മാനാണ്. മനസ്സിലായ ഉസ്മാനാണ് ഇവനെ കിട്ടേണ്ടിയെന്ന്. ഉസ്മാൻ കാത്തു നിന്നത് നിങ്ങളെ എടുക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഉസ്മാൻ അപ്പോത്തിന് അല്ല ബ്രോ എന്താ ഒന്നും മിണ്ടാത്ത എന്താ? ഇങ്ങനെ നല്ലല്ലോ പറയുന്നത്. നീ ഒരു പാട്ട് പാടിയാണടാ. നീ മുമ്പ് റാംബോനെ കൊണ്ടുപോയപ്പോ നീയൊക്കെ പാട്ടല്ലേ പഠിപ്പിച്ചിരുന്നത്? അല്ലല്ല അറിയാവൂലെന്നൊന്നും പറയാൻ പറ്റൂല. മനസ്സിലായ നീ ഒന്ന് പാടിയിട്ടേ പോവുള്ളൂ. നീ പാടിയിട്ട് പോവുള്ളൂ. രാജുഭായ് അല്ല അർജുനൻ. കണ്ണാലെ പാത്താലെ ബാങ് 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 അങ്ങനെ പാട്. നല്ല ഈണത്തില് രാജുഭായ് എന്താ അർജുനൻ വേണം രാജുഭായ്ക്കോ? അർജുനൻ എന്താ അമ്പിടാൻ പോയാലോ? എവിടെയല്ലേ? എടാ നീ പാടടാ ആ പാട്ട്. നീ പാടേ. എടാ ബാഗ് 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 അർജുനൻ എന്ന് വെച്ച് തുടങ്ങിക്കോ. എടാ നീക്കെന്താടാ ഇവൻ? എന്തായത് അതിന്റെ ഇടയ്ക്ക് കത്തി ഹലോ നീയില്ലേ നീ കൊരങ്ങനെ സൗണ്ട് ആക്കിയാട്ടെ. അറിയില്ലേ? അല്ലല്ല നിനക്ക് അറിയുന്നൊരു മൃഗങ്ങളെ പേര് പറ. അന്നല്ലേ അല്ലല്ല ഉറുമ്പ് അല്ല ഉറുമ്പ് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടില്ല. ഉറുമ്പിന് ഒച്ച ഉണ്ടാക്കിയത് ഇത് നിന്റെ അർജുനൻ കരയണ സൗണ്ട് ഇതല്ലോ ഉറുമ്പിന്റെ സൗണ്ട്. അർജുനന്റെ വൈബ്രേറ്റർ അതാണ് അതിന്റെ സൗണ്ട് ആയത്. നീ അത് തെളിച്ചിട്ട് പോയാ മതി. എടാ നിന്റെ അവിടെ ഒരു മീൻ കിടക്കല്ലേ ഇടവെളിയിൽ. അതിന്റെ പേരെന്തോന്നടാ? നെത്തോലിയാ അതിന്റെ പേര്? അതറിയില്ല. നിങ്ങളെന്താ പൈസ കൊടുത്ത് വാങ്ങിച്ചായിരിക്കുമല്ലേ? കുറച്ചെങ്കിലും ഉളുപ്പം നാണോ ഉണ്ടെങ്കിൽ അതിനെ അടുത്ത് ഗണ്ണും കൊടുത്ത് വിട്ടിട്ട് അതിന്റെ അകത്ത് കടയടാ കണ്ടി കേട്ടറാ. നീ അതിന്റെ അകത്ത് കയറിക്കടാ. നിന്റെ ലീഡറെ പിടിച്ചിട്ടോ. അവനെ അതിൽ തന്നെ കുറച്ചാൾ ഇട്ടേരെ. എന്നിട്ട് നീയൊക്കെ ഇറങ്ങിന്നടാ. മീന് ഫീമെയിലാ രാജ്ഫോർഡ് ഇത് നീ എന്ന് കയറിയതാ ഈ ഫാമിലിയില്? പുതിയതാ ഫാമിലിയില്? നിങ്ങളൊരു 4-5 ഇതേപോലെ 2-3 മാസമൊക്കെ മുമ്പ് നമ്മളെ ലീഡർ അല്ലാത്ത സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് ഹോസ്റ്റേജ് കൊണ്ടുവരുന്നത്. അന്ന് ആരൊക്കെയായിരുന്നു റാംബോന്റെ അടുത്ത് കൊണച്ചിരുന്നത്?
അത് നിനക്ക് ഓർമ്മയില്ലാത്തത്, നീ അപ്പൊ നീ ഫാമിലിയിലുള്ളതല്ലേ? ആ സമയത്ത് ഗ്യാങ് ഇല്ലായിരുന്നാ? കൊള്ളയില്ല. അല്ല. അതിന് റാമ്പോ ഓർമ്മയില്ല ഇവൻ അന്നേരം അവിടെ ഉണ്ടായപ്പോ. റാമ്പോ കണ്ടല്ലേ ഇവനാ? കറുത്തിട്ട് പറഞ്ഞ നീ നോക്കി ചത്തി. ഇവ എന്താന്നറിയ, ഇവന്റെ മുഖം എന്താന്ന് ഉറുമ്പിനെ പോലാക്കിയിട്ട് ഇവ ഓടുന്നു. നീ എന്തായാലും നീ ഒരു പാട്ടൊക്കെ പാടിയാണ് കേക്കട്ടെ. ഡ്രസ്സൊക്കെ ഊരി നിർത്തട ഷേക്ക. എന്തിനാ ഉമ്മന്റെ അടുത്തേക്ക് ഇത്ര? അല്ല ട്രൗസർ വേണ്ട ബ്രോ, ട്രൗസർ വേണ്ട, പാന്റ് വേണ്ട, ഡ്രസ് പാന്റ് വേണ്ട, ഷർട്ട് വേണ്ട, പാന്റ് വേണ്ട. അത് പറ്റത്തില്ല, ഓന്റെ മറ്റേ പാൻഡ അല്ലേ. ഇനി തിരിച്ചിരുന്നോ, കുഴപ്പമില്ല, ഇരുന്നോ. മതി ഒരു പാട്ട് പാടിയാടാ, ഒരു പാട്ട് പാട്. നിനക്ക് എന്തെങ്കിലും അറിയോ? ഒരു കഴിവില്ല, മേലെ മനസ്സിലായോ? കഴിവില്ല. നിനക്ക് കൊണയടിക്കാൻ അറിയില്ല? കൊണയടിച്ചു ജസ്റ്റ് വടിവെക്കാൻ അറിയോ? ഇതേതാടാ ഈ കരക്കണ്ടിന്റെ പേരെന്താ? കരക്കട്ടിയ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇവന്മാരാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് റാംബോനെ ഹോസ്റ്റേജ് വിടാൻ വേണ്ടിട്ട് ബുള്ളടക്കം 4-5 ആൾക്കാർ അവിടെ വന്ന് സോറി അറിയിപ്പിച്ച്. ഇവരാണ് ആചാരം തുടങ്ങി. അതുകൊണ്ട് നീ നിന്റെ റേഡിയോയിൽ കയറിയിട്ട് നിന്റെ കണ്ടി ലീഡറിനെയും കോ ലീഡേഴ്സിനൊക്കെ ഒന്ന് വിളിച്ചു കണ്ട് ഞങ്ങളെ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിൽ വരാൻ പറ. ഇവന്റെ പേരെന്താ? ഒരു 4 ആൾക്കാരെ വിളിച്ചോ. നിന്റെ ലീഡർ പേരെന്താണ്? ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി പോയാ? കളി നിർത്തിയാ? നിന്നെ വേണ്ടേ അപ്പൊ? അല്ലല്ല എന്നൊരു നമുക്ക് EVX കണ്ടിട്ട് നമുക്ക് എന്നടാ ഒരാള് വേണ്ട, 4 പേര് വരണം. ഒരാളില്ല, നമ്മളും ഇല്ല, നിന്നെ വിടുന്നില്ല. നമുക്ക് 4 ആൾക്കാരോട് നേരത്തെ അടിക്കാൻ അല്ല, ഇവനെ ഹോസ്റ്റേജ് എടുത്തിട്ട് അവര് കണക്ട് റേഡിയോ ഇട്ടടാ. ഇട്ടിട്ട് അവരിട്ടാ 445 നോക്കട്ടെ, കേറി നോക്കട്ടെ. 450. ഇതിന്റെ ആരും ഇല്ലല്ലോ. ശരിക്കും എന്നൊക്കെ ഹോസ്റ്റേജ് എടുത്തപ്പോ എന്ത് കൊണായിരുന്നു. ഞാൻ ഇപ്പൊ കൊണക്കുന്ന പോലെയല്ല, ഞാൻ നന്നായി പോയില്ല ശരിക്കും. നീ ഇവരെ ഹോസ്റ്റേജ് ആയിരുന്നാ? പിന്നെ ഈ കുണ്ണൊക്കെ എന്നെ എടുത്തോണ്ട് റാഷോടാ. ഇത് റാഷോടാ, ഇതൊക്കെ അറിയില്ലല്ലോ ആരാന്ന് എടുത്തെന്ന് എനിക്ക് ഓർമ്മല്ല. ഏതൊരു കുണ്ണ എടുത്ത് ശിവൻ നോക്കട. ഒന്നും മിണ്ടുന്നില്ല പാവം ചെങ്ങായി. എടാ ആരാ റേഡിയോ അല്ലേ? നീ റേഡിയോ കണ്ടിട ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നും പറയല്ലേ. ഇതെന്താന്ന് ഇങ്ങനെ ഞാൻ പറ്റേ വിളിച്ചിട്ട് വരാൻ പറ. മിണ്ടാതിരിക്കല്ലേ നമ്മക്ക്. നിന്റെ അടുത്ത് കൊറേ നേരമായിട്ട് ഒരു പാട്ട് പാടിയതല്ലേ? അങ്ങനെ പറയാൻ പാടില്ല, മനസ്സിലായ? അഡ്മിൻ ഉണ്ടോ അവിടെ? അഡ്മിനെ അങ്ങനെ ഉണ്ടോ അഡ്മിനെ? ഞാൻ പാടി തന്നാ ഈ പാടൂ. എടാ ടക്കായി, നിനക്കല്ലേ കൊറേ പാട്ട് അറിയാ. ടക്കായി പോയാ എന്നാ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ ഓഡി സൗണ്ട് കുറവാണ്. എന്താണിത് ഇന്ത്യക്കാട് വൃത്തിയായിട്ട് പാടുന്നത്? അത് കൈയോട്ട് കൈയോടെ കൊട്ടി പാടും. മറ്റേ കൈയോട്ടാണ് ഇമ്പോർട്ടൻ തരുന്ന ക്ലാപ്പ് മറ്റേ കുനിഞ്ഞ കൈയോട്ടുന്നേ. കുനിഞ്ഞ അഡ്മിൻ പാക്കുണ്ട്. കുനിഞ്ഞ കൈയോട്ടില്ല. പാട്ട് വരട്ടെ, നീ പാട്ട് വരട്ടെ. പിന്നെ വിടണമെങ്കിൽ നമുക്ക് 4 ആളെ എന്നിട്ട് കുച്ചിപ്പുഴ കളിക്കാൻ പറഞ്ഞാലോ? എന്നാലേ വിടാൻ പറ്റൂ. 4 ആൾക്കാർ കുച്ചിപ്പുഴ. എന്താണിത് ചാർലി, നീ മുന്നേ പാട്ട് വരട്ടെ. സഹോദരന്റെ പേരെന്താണ്? ഹലോ മാരി എന്തേടാ? മാരി ഇറങ്ങിയാ? ടോം ഗെയിമിംഗ് കളിക്ക് സ്ട്രീം ഗൈസ്. പറ്റുന്നവരെല്ലാവരും കിക്കിലോട്ട് പോയോ? കിക്കിലോട്ട് പോയോ? എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടൊന്ന് പാടിയേ. റാഷ്ഫോർഡ് എന്ന് പറയാൻ എന്താണ് അങ്ങനെ പേര്? ചൊറിച്ചിട്ടുണ്ടോ? എങ്ങനെ റാഷസ് ഉണ്ടോ? ഹലോ എന്ത്? ഫോടെ ചീച്ചി ഇങ്ങോട്ടെ. ചീച്ചി അതിനെന്താ 30 മിനിറ്റ് ഹോസ്റ്റേജ് സിറ്റുവേഷൻ അറിയില്ലേ? 30 മിനിറ്റ് ഹോസ്റ്റേജ് സിറ്റുവേഷൻ 15 മിനിറ്റ് ആയി. കാര്യം ചെയ്യ്, നീ നിന്റെ റേഡിയോ കേറിയിട്ടേ നിന്റെ ആരാണ് അന്ന് നിങ്ങൾ IGL ആരാ? നിങ്ങൾ IGL ആരാ? IGL ഇല്ലേ? നിങ്ങളെല്ലാവരും IGL ആണോ? നിങ്ങളെ ഗാങ്ങില്
അയച്ചില്ല. ഐജിയില് ഞാൻ പറയാം കോളൊക്കെ നമ്മളിങ്ങനെ ആരടിക്കണം നമ്മളിങ്ങനെ ഇങ്ങനെ ഫൈറ്റ് ഒക്കെ എടുക്കാൻ പോകുമ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കോളൊക്കെ തരുമല്ലോ റേഡിയോയില്. അർജുനനാണോ? ആ എന്നാല് ഇവിടെ വിളി അർജുനോട്. അതാണ് ഐജിഎൽ. അർജുനെ അമ്പുവിടാൻ പഠിപ്പിക്കുന്ന അമ്പുവിടാൻ വേണ്ടിട്ട് 4 വട്ടം എങ്ങനെ വിടണം അതാണോ? ബ്രോ നിങ്ങളെ ലീഡർ കോലീഡേഴ്സ് ഒക്കെ ആരാ? റാമ്പ പൊട്ടി എല്ലാരും അർജുനൻ. ലീഡറും കോലീഡറും എല്ലാം അർജുനനാ. അത്രയ്ക്ക് കാണുന്നുണ്ട് പറ്റി. ഓ ലീഡർ അർജുനൻ. അപ്പൊ ലീഡർ അർജുനൻ, ഐജിഎല്ലും അർജുനൻ. കുഴപ്പമൊന്നുമില്ല ബ്രോ. നിനക്ക് നിന്റെ ഗേൾഫ്രണ്ട് ഉണ്ടോ അവിടെ? ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് അർജുനൻ. അത് അർജുനൻ. ഇനി വേറെ എന്തെങ്കിലും ചോദിച്ചാ അത് അർജുനൻ. ഇങ്ങനെ ഗ്യാങ് ഹൗസില് അർജുനൻ. റൂം അർജുന് അങ്ങനെ അർജുൻ വെച്ച സാധനമുണ്ട്. അർജുനാണ് എടുത്ത് കുക്ക്. ഈ അർജുൻ ഇപ്പൊ എവിടെ കാണും? ഫുഡ് ഉണ്ടോ അർജുനൻ? അർജുന്റെ നെത്തോലിക്കറി. അവിടെ എനിക്കൊരു ഡൗട്ട്. എടാ ആ നെത്തോലി ആണാ പെണ്ണാ? അതുകൊണ്ട് പെണ്ണാ അറിഞ്ഞൂടെ? ഒന്ന് പൊന്തിച്ചോക്കാം. പൊന്തിച്ചോക്കാൻ കൺഫേം ആക്കി. അതെ അർജുനനായിരിക്കുമല്ലോ ഓൾ ഇൻ വൺ. നോക്ക് കേൾക്ക് ഒന്നുകൂടി കേൾക്ക്. അർജുൻ വേണമായിരിക്കുമല്ലേ? ഇങ്ങനെ കേട്ട് 4 ആൾക്കാരോട് സോറി അറിയിപ്പിക്കാനാണ് വിചാരിച്ചത്. ഇപ്പം ഇനി അർജുനൻ വന്നിട്ട് 4 പ്രാവശ്യം sorry പറയാം. അല്ല അർജുൻ വന്നിട്ട് തിരുവാതിര അടിക്കട്ടെ എന്നിട്ട് പോട്ടെ. അർജുനൻ വരട്ടെ, വന്നിട്ട് മതി. എനക്ക് തോന്നില്ല പെട്ടെന്ന് ഒരു ഫ്ലൈറ്റ് പിടിച്ചു പോകുന്നു നമ്മൾ അടിച്ചല്ല. ഇനീഷ്യലി കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ 7 ആൾക്കാർ മിനിമം ആണ്. മനസ്സിലായോ? അപ്പൊ 4 ആൾക്കാർ എന്തായാലും വരണം. 4 ആൾക്കാർ എന്തായാലും വരണടാ. എന്നിട്ട് തിരുവാതിര കളിക്കണം. എടാ ഒരു എടാ ടൈം ഇട്ട് അടിച്ചിട്ടടാ. ഇല്ല ഞാൻ കാണുന്നില്ല. കാണണോ? കാണാം. ബാക്കടിക്ക്. വിളിച്ചോ ട്യൂബിനെ വീശി വിളിച്ചോ. ട്യൂബിനെ വീശി വിളിച്ചോ. ട്യൂബിനെ വീശി വിളിക്കും. ട്യൂബിനെ വീശി വിളിക്കും. വീശി വിളിക്കും. കാണിച്ചു കൊടുക്കും. അല്ല ബെൻഡ്രോക്ക് കുറച്ച് കൂടുതലാണ്. എന്നാലേ നീ ഒരു കാര്യം ചെയ്യ്. നീ റേഡിയോയില് കണക്ട് ഇട്ടിട്ട് അല്ല നിന്റെ റേഡിയോ കേറിട്ട് നീ പറ ഒരാളുള്ളത് പറഞ്ഞിട്ട് കാര്യല്ലടാ. നീ ഇപ്പൊ 10 മിനിറ്റ് മുമ്പല്ലേ നമ്മള് സിറ്റുവേഷൻ ആയത്. 10-15 മിനിറ്റ് മുമ്പ്. അപ്പൊ 25 പേരുണ്ടായിരുന്നല്ലോ. നിന്നെ ആർക്കും വേണ്ടേ? നിന്റെ ഗ്യാങ്ങിൽ ആർക്കും നിന്നെ വേണ്ടേ? ഓ കണ്ടിന്യൂ ചെയ്തോട്ടെ. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്. ഇവിടെ തുണിയലക്കാൻ വേണ്ടി 2 ദിവസം നില്ല്. അല്ലല്ല അല്ല കുഴപ്പമില്ല അല്ലേ? അല്ല ഇവൻ ഇത് തുടച്ചോട്ടെ. ടോർച്ചർ റൂം തുടച്ചോട്ടെ. ഇങ്ങോട്ടെ മുകളില് മറ്റേ മെയിൻ വീട് വരെ തുടച്ചോ. ഇവിടുന്ന് ഇവിടെ ഇപ്പൊ തുടങ്ങിക്കോ നീ. അല്ലല്ല കുറച്ച് ഇവ എഴഞ്ഞായിരുന്നു എന്നെ എഴപ്പിക്കണ്ട. മുഖം എന്താ? ഞാനൊരു കാര്യം പറയാ. എടാ നീ നിന്റെ ലീഡറിനോടും കോലീഡേഴ്സിനോടും കൂടെ വന്നാണ്ട് എവിടെ
അല്ല നീ അല്ല നിന്റെ 15 മിനിറ്റ് മുമ്പല്ലേ 15 മിനിറ്റ് മുമ്പല്ലേ നീ ഇപ്പൊ ഇവിടെ വന്നത്. ഈ 15 മിനിറ്റ് മുമ്പ് വരെ നിന്റെ ലീഡറും കോ ലീഡറും ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അത് നിനക്കറിയില്ലേ? നിന്റെ ലീഡർ വാറൊക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ നമുക്ക് മേ ബി. അപ്പം ആ ഒരു സമയത്തെങ്കിലും നിന്റെ ലീഡർ കോ ലീഡർ വരുമോ? വരും. അപ്പൊ എന്നാ മോൻ ആ സമയത്തും ഈ ഗാങ് ഹൗസിലായിരിക്കും, മനസ്സിലായോ? അവരിവിടെ വന്ന് സോറി പറഞ്ഞിട്ട് മോൻ ഇവിടുന്ന് പോവുള്ളൂ. നിനക്ക് എന്താടാ, നിനക്ക് പറഞ്ഞാ അങ്ങ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? നിന്റെ കയ്യിൽ ഫോണ് മാങ്ങാത്തൊലിയൊന്നും ഇല്ലേ? പുറത്തിപ്പുണ്ടോ? എന്നാലല്ല ആരാ വന്നാരാ? കത്തലാരും കോലീഡർ മാത്രമേ ഉള്ളൂ. നിന്റെ ഓക്കെ, പിന്നെ ആരാ വന്നേ? ചൂരയാ, മറ്റേ ചീന ചൂര. ചീന ചൂര ഇവരൊക്കെ എവിടെ പോയടാ? അവനെ വല്ല ഐസും വെച്ച് പെട്ടിക്കകത്താക്കിയോ? ചൂര ചീന ചൂര എന്ന് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായ? ചീഞ്ചൂര. അത് തന്നെ ആ ചീന ചൂര. ഇവന്മാരെ വീടിന്റെ മുമ്പിൽ തന്നെ ഒരു മത്തിക്കുട്ടിനെ വളർത്തുന്നുണ്ട്, കണ്ടിട്ടില്ല? എടാ ഇവരുടെ ഹോസ്റ്റേജ് ടൈം എപ്പോഴായിരുന്നു ശിവ? ഈ MRZ പുറത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടോന്നൊക്കെ കൊള്ളാലേ? വാവ്, ആ കാലിന് നോക്കിയേ. ഗാങ് ബോയ്. നാറ്റം ഉണ്ട് അവന്റെ അടുത്ത് വന്നപ്പോഴും നിനക്ക് നാറുന്നില്ല? എടാ എല്ലാരും ഇങ്ങോട്ട് വന്നാണ്, എല്ലാരും കൂടെ വാ. എന്താ? MRC ചാറ്റ് ഒന്ന് ആരെങ്കിലും എടുത്തൊക്കെ, പഴയ ചാറ്റ് എപ്പോഴായിട്ടായിരുന്നു? ആ പാലല്ലേ ഏമാരെ വിളിക്കാൻ വരുമ്പോഴേ അവൻ അവിടെ എഴയിപ്പിച്ച് കൊണ്ടുപോണേ നമ്മളെ അതുകൊണ്ടാ ഇപ്പൊ അവനടുത്ത് അവിടുന്ന് ഇങ്ങോട്ട് ഈ സൈഡിൽ നിന്ന് ഈ എൻഡ് വരെ, ആ എൻഡ് വരെ ചീച്ചി ഇങ്ങോട്ട് ഇട്ടിട്ടാണ്. ചീച്ചിട്ടോ ചീച്ചിട്ടോ ചീച്ചി ചീച്ചി ലൈവാണ്. എനിക്ക് പറ്റില്ല, എനിക്കത് അണ്ണോണ കാണിക്കുന്നത്. എനിക്ക് കാണില്ല, എനിക്ക് കാണില്ല. അത് ഏതാ ഡിസ്കോഡ് ഇത്? അപ്പൊ എനിക്കറിയില്ല. അപ്പൊ 46 കഴിയും. കണ്ടറിഞ്ഞൂടാ, ഡയറക്റ്റ് എല്ലാം ഡയറക്റ്റ് ഡീലിംഗ്. നടന്ന് കാണിച്ചു കൊടുക്കും. മേലെ എൻട്രൻസ് വരെ നടക്കാൻ പറ അവരുടെ അടുത്ത്. മേലെ എൻട്രൻസ് വരെ നടന്നോ? അടിയിൽ അണ്ടർഗ്രൗണ്ടിലുള്ളവരൊക്കെ പോരെ. ഇക്രോ എത്ര മിനിറ്റ് ആണ് ഞാൻ പറഞ്ഞേ? 4 മിനിറ്റ് 3 ഇനി 46 കൺട്രോൾ 4 മിനിറ്റ് കൂടി. എന്റെ ഓക്കെ ഞാൻ ലാപ്പിൽ 42 ആയിട്ടുള്ളതാ. 44 ശരിയാ. ഹലോ, ഹോസ്റ്റേജ് ടൈം 2 മിനിറ്റ് കൂടി ഉള്ളൂ കേട്ടോ.
അല്ല അഡ്മിനോടെ ഞാൻ പറഞ്ഞു നടന്നു അല്ല നമുക്കൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു വരെ ലീഡറും കോലീഡറും വന്നാണ് നമ്മുടെ അടുത്തൊരു സോറി പറയണമെന്നുള്ളത്. അത് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമ്മുടെ ഹോസ്റ്റേജ് ടൈം ആകെ 46 വരെ ഉള്ളൂ, 46 വരെ ഓൾറെഡി 44 ആയി. ഓക്കെ 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 അവിടെ ഹോസ്റ്റേജിന്റെ കളക്ട് ചെയ്യാൻ ആള് വന്നിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടോ? പുള്ളി പുറത്ത് നിപ്പുണ്ട്, യശ്വിൻ ബെൻഡ്രോ. ആ കണ്ട്. ഇവന്മാരവിടെ ചുറ്റും നിക്കുവായിരുന്നു അവിടെ അവര് കയറി വന്നപ്പോ. അത് പോകുന്നത് കടലിൽ തൂറാൻ പോകുന്ന കടൽ തൂറി കടൽ തൂറി ഇങ്ങോട്ട് നീ എങ്ങോട്ട് പോണ്? ഇവനാണോ എങ്ങോട്ട് പോണ്? നീ ബോധമില്ല അളിയാ. നീ എന്നാണ് പറയുന്നത്? നീ നടക്കടാ, നീ നടക്ക്, നീ ഓട് വേഗം ഓടി. ഇവൻ കൊള്ളാലോ, ഇവന് വഴി അറിയാലോ. കിടന്ന് എടാ ശരിയായ എന്റെ കുണ്ടി ഉള്ള സുണ്ടാണേ. ഇങ്ങോട്ട് നീ ഈനക്കട വന്നായിരുന്നല്ലോ ലീഡർ. അടിവിന്റെ കുണ്ടിയൊക്കെ എല്ലാരും കുണ്ടിയൊക്കെ ശരിയായ കുണ്ടി. അടെ ഇവനെ നമ്മക്ക് എടുക്കാലോ. ആരാ എന്റെയാ? ഞാൻ പറയുന്നത് എന്നാന്നടാ ലീക്കൊന്നല്ലത് കൊള്ളാം കാണിച്ചു തരുന്ന കേട്ടൂടെ? ടൈം എന്തായി ബ്രോ? അതെ ആളെ കൊണ്ട് പോവാണ്. ടൈം എന്തായി എന്തായിന്ന് വെച്ചാൽ ഒപ്പം തന്നെ റിലീസ് ചെയ്യണമെന്നില്ല. ഇവര് പറയുന്ന മറ്റേ ഇത് ഇതാക്കണം, മനസ്സിലായോ? മറ്റേ ഒപ്പണന്റ് ഗെയിംസ് ഇതാക്കണം. ടൈം കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞു. കഴിഞ്ഞു. ഹോസ്റ്റലിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കണ്ട ബ്രോ. അംഗീകരിക്കാത്ത പക്ഷെ ഹോസ്റ്റലിന് വാല്യൂ കൊടുക്കാണ്ട് അവര് അവിടെ നിൽക്കേണ്ടി വരും. അവരിതേ പോകുന്നു, ഹോസ്റ്റലിന് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അവിടെ പ്ലെയർ വന്നിട്ടുണ്ട്. ലീഡർ ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കോ ലീഡർ ആയിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ടോൾ ബൂത്തിന്റെ മുകളിൽ എടുത്തിട്ടുണ്ടാ ഓർമ്മ ബ്രോ തന്നെ എടുത്തു. മാറിക്കോ, അങ്ങോട്ട് മാറിക്ക്. മാറിക്കോ. അപ്പൊ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. എന്തിനാ ട്രാനിക്സേ? നീ എന്തിന്റെ കഴയാണ് ഇവിടെ? നീ അറിയാൻ പാടാണ്ടോ ചോദിക്കാൻ? ഇവിടെ ആരെങ്കിലും എന്തേലും ഇപ്പൊ പറഞ്ഞോ? എന്തേലും പറഞ്ഞോ? എന്റെ പ്രശ്നം എന്താ? ഈ വീക്സിലെ റാഷ്ഫോർഡ് ഇല്ല ബ്രോ, നിക്കാൻ പറ്റൂല. ട്രാനിക്സ് ഈസ് ബാക്ക്. നൈറ്റ് വേഷം 30 മിനിറ്റ് കഴിഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. ഞാൻ പറഞ്ഞല്ലോ, സമ്മതിച്ചു. വേണ്ടോ ആണ് മാറുന്നോ? എന്തൊക്കെ ഹലോ ബ്രോ, ഹലോ പാക്ക് ഒന്നിങ്ങോട്ട് വരുമോ? ഒന്ന് സംസാരിക്കട്ടെ. എന്നോട് കണ്ടി വിളിച്ചു. ഇപ്പൊ അവന് പെർമനന്റ് കൊടുക്കണം. എന്തൊക്കെ വേണ്ട ബ്രോ? ഞാൻ പറഞ്ഞില്ല ഞാൻ സംസാരിക്കാന്ന്. പിന്നെ എന്താ? ആ പറഞ്ഞു. ഇല്ല, നിങ്ങൾ ഓൾറെഡി തന്നിട്ടുള്ള ഡിമാൻഡ് നിങ്ങൾ അംഗീകരിച്ചു പറ്റത്തുള്ളൂ. വിളിച്ച് സംസാരിച്ചിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ നിങ്ങൾ മാറിക്കണേ? എന്താ മനസ്സിലായില്ല? എന്റെ അടുത്ത് എല്ലാ ഇതുണ്ട്, അവര് കണക്ട് ഇട്ടിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ നിങ്ങളോട്? ഇതുവരെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് പോലും ചെയ്തില്ല. ടൈം ആയതിനു ശേഷമാണ് ഇവര് സംസാരിക്കാൻ വിളിക്കുന്നത്. സംസാരിക്കാൻ വിളിച്ചത്, ഇതല്ലാണ്ട് വേറെ ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോട്? ഇല്ല. ഓക്കെ, കണ്ടിന്യൂ.
അവന്റെ പേര് മറക്കൂല, സെൻട്രോ. അതാണ് അവൻ. കണ്ടി പെൻഡ്രോ ബ്രോ. നിന്നെ പറയുകയൊക്കെ മറന്നു കേട്ടാ നീ. ഇല്ല ഇല്ല, ഞാൻ ഒരു കാര്യം പറയാം ബ്രോ. ഈ അനാവശ്യ ശീലങ്ങളൊക്കെ പഠിപ്പിച്ചതെന്ന് നിങ്ങളാണ്. ആ നമ്മളെ മുമ്പ് നിങ്ങളെ കയ്യിലൊരു ഓപ്ഷൻ ബ്രോ. എടാ താളം എടാ കൊള്ള നിർത്തണ്ട, ഓസ്റ്റേജിന് വാല്യൂ അടിക്കാം. നമ്മളെ കയ്യിലാ. കൊളയൊക്കെ നിന്റെ കുടുംബത്തിൽ കേട്ടാ. നീ എന്താ മൊണ്ണെ? എടാ മൊണ്ണെ, നീ അധികം സംസാരിക്കല്ലേ മൊണ്ണെ. എടാ അതെ, ഇത് നിനക്കുള്ളതാ. മേലെ വന്ന് കണ്ട അത് നിനക്കുള്ളതാ. കണ്ടിട്ട് ബ്രോ ബ്രോ, നിങ്ങക്ക് നിങ്ങളെ ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ നിന്റെ ലീഡർ എടുത്തു. നിന്റെ ലീഡർ എടുത്ത് വരാം. എടാ അച്ചിപ്പട്ടി, എടാ അച്ചിപ്പട്ടി, നീ നിന്റെ ലീഡറെ വിളിച്ചിട്ടു. നിന്റെ അടുത്ത് സംസാരിക്കണമൊന്നുമില്ല. ഞാൻ ലീഡർ ആണോ നീ നോക്കേണ്ട ആവശ്യമല്ല. മനസ്സിലായടാ കുണ്ണെ, ഞാൻ ലീഡർ ആണോ അല്ലെ നീ നോക്കേണ്ട ആവശ്യമല്ല. ലീഡർ ഇല്ലാത്ത കണ്ടി ഞാനാണോ ലീഡറിനെ വെക്കല്? ഒരു മിനിറ്റ് MRCD EVX-നോട് കൂടി 2 കാര്യങ്ങളോടെ പറയുന്നത്. ഒരു മിനിറ്റ് വേണ്ടോട്ടൊന്ന്. വയൽ നിങ്ങളുടെ ഹോസ്റ്റേജ് അവിടെ ആണ്. നിങ്ങൾ അവര് പറയുന്ന ഡിമാൻഡ് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? വേണ്ടൊക്കെ ലീഡർ ഇല്ലേ? അപ്പൊ അത് പറഞ്ഞാ മതി. സംസാരിക്കേ. ഓക്കെ, ഇതിലെ കേസ് എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ഹോസ്റ്റേജ്, സ്റ്റിൽ നിങ്ങളുടെ പ്ലെയർ അവിടെ ഹോസ്റ്റേജ് ആണ്. മനസ്സിലായോ? അപ്പൊ അവിടേക്ക് സംസാരിക്കാം. അല്ല പറയട്ടെ, ബെഡ്രോ സ്റ്റിൽ അവര് പറയുന്ന ഡിമാൻഡില് അതില് അംഗീകരിക്കാനുള്ള സാധനങ്ങളുണ്ടെങ്കിൽ അംഗീകരിക്കണം. മനസ്സിലായോ? നിങ്ങൾ അവിടെ സ്റ്റിൽ നിങ്ങളുടെ പ്ലെയർ അവിടെ ഹോസ്റ്റേജ് ആണ്. നിങ്ങൾ അവിടെ വാല്യൂ കൊടുത്തേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പ്ലെയർ അവിടെ കയ്യിലാണ്. ഓക്കെ, കേക്കോ ഒന്ന് തന്നെ. സിറ്റിയിലുള്ള ആൾക്കാരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതാക്കിയിട്ട് ആൾക്കാർ വരാനുള്ളത് പറയാം. ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇതാക്കാൻ പറ്റത്തില്ല. ശരിക്കും ഓൾറെഡി നിങ്ങളോട് അന്ന് മുന്നത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിട്ടുള്ളതാ. ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള മുന്നത്തെ ഇതിൽ ഇവർ EVX ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെ നിങ്ങളെ പുറത്തുനിന്നുള്ള ഇത് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് ഞാനല്ലേ പറഞ്ഞു. നിങ്ങൾ വേണ്ട കൊണ്ടുവേണ്ടുള്ളവർ പോയാൽ എന്ത് ചെയ്തു? ഇല്ലല്ലോ, അന്ന് അഡ്മിൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പിന്നെ അതിനെന്ന് പറഞ്ഞാൽ അവര് എല്ലാരും വിളിക്കണം എന്ന് പറഞ്ഞ സമയത്തും ഞാൻ പറഞ്ഞ എന്തോ 4 പേരൊക്കെ മാക്സിമം, അതിലും കൂടുതൽ വിളിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതിൽ അതാ പറയുന്നത്. അവര് സിറ്റി ഇല്ലാത്ത ആൾക്കാർ എങ്ങനെയാണ് നിങ്ങൾ ഇതായിട്ട് ഡിമാൻഡ് ചെയ്യാ? അരമണിക്കൂർ മുമ്പ് എന്താ ഒരു സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നില്ല അഡ്മിനെ? ഷെയ്ക്ക്, അതായത് ഇപ്പൊ കറന്റ് ഉള്ള ഇതില് നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ആൾ അവിടെ ഇല്ല. ആ ഇല്ലാത്ത ആളെ എങ്ങനെയാണ് ഡിമാൻഡിൽ വിളിക്കുക? നിങ്ങളുടെ ഡിമാൻഡ് ഈ പറഞ്ഞ ക്ലിയറാ. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്റ്റേജ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റുമോ? നിങ്ങളോ അതാ പറയുന്നത്. അവര് കോലീഡർ നിങ്ങൾ ആളെ ഒരു മിനിറ്റ് ബെൻഡ്രോ അല്ല ഷെയ്ക്കെ, അതായത് ഷെയ്ക്കെ അവിടെ ആള് വന്നിട്ടുണ്ട്. ഹോസ്റ്റേജ് കളക്ട് ചെയ്യാൻ ആള് വന്നിട്ടുണ്ട്. അത് വരാത്ത അവരാള് വരായികയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഓക്കെ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷെ ഇതെന്ന് പറയുന്നത് ഒരാള് അവരൊക്കെ കോലീഡർ തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. 4 പേരെയാണ് റിക്വസ്റ്റ് ചെയ്തത്. നിങ്ങൾ 4 പേര്, 4 പേരെ പറഞ്ഞോ? നിങ്ങൾ പറഞ്ഞോ 4 പേരെ കൊണ്ടുവരാൻ പറഞ്ഞോ? 4 പേരെ കൊണ്ടുവരാൻ പറഞ്ഞു. അതായത് ലീഡർ തന്നെ വരണം എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ലീഡർ ഇല്ല. മനസ്സിലായോ? ഇവന്റെ കണ്ടി ലീഡർ നമുക്ക് വൈകുന്നേരം അടിക്കാം. നീ 4 പേരൊക്കെ വിളിച്ചോട്ടെ. അത് ഇപ്പൊ ആരെങ്കിലും 4 പേര് വരാൻ പറഞ്ഞു ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇതില്ലാണ്ട് ഇല്ലാത്ത ആളെ സിറ്റി കയറ്റണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ അങ്ങനെ പോസിബിൾ ആവുന്നേ? നീ നിന്റെ ഗ്യാങ് ഹൗസിൽ നിന്ന് ഒരു 3 പേരും കൂടെ വിളിച്ചിട്ട് അപ്പോ എങ്കിൽ നീ ഒരു കാര്യം ചെയ്തോ, കിടക്കുന്ന മീനിനെയും കൂടെ പിടിച്ചോണ്ടിട്. അതെങ്കിലും ആളെ തേക്കാൻ വേണ്ടി ആളെ കൊണ്ടുവരാൻ നീ ആളില്ലെന്നുണ്ടെങ്കിൽ നെത്തോലില്ല കണ്ണാടി കൂട്ടി കിടക്കണം, അതിനെ പിടിച്ചോണ്ട് പോവാ. അതിനൊരു തോക്കും കൊടുത്ത് ഇവിടെ കൊണ്ടുവരുത്തുവാ. അതിന്റെ ആ നെത്തോലിക്ക് ഒരു തോക്കും കൊടുത്ത് ഇവിടെ കൊണ്ടുവരുത്തുവാ. നിന്റെ അടുത്ത് പറയണ നീ കേട്ടോ. ഇപ്പൊ വിളിച്ചോണ്ട് വെയിറ്റ് ഒന്നും ചെയ്യാൻ സൗകര്യം ഇല്ല ബ്രോ. നിനക്ക് ഹോസ്റ്റേനെ വേണമെങ്കിൽ ഇപ്പൊ വിളിച്ചോണ്ട് വാടാ.
ഫോണൊക്കെയാ നിൽക്കുന്നത്. നമുക്ക് ആരെ ഉണ്ട് പിന്നെ തിരിച്ച് പറഞ്ഞേക്കാം. എടാ ഒന്നും ഉണ്ടായിട്ടില്ലടാ മുത്തേ. നിന്റെ അടുത്ത് നിന്റെ ഒറ്റക്ക് ഏൽപ്പിക്കാൻ നമുക്ക് കുറച്ച് വിശ്വാസ കുറവാ. ഒരു 4 ആളും കൂടി വിളി. കാരണം എന്താണെന്നറിയാമോ? നീ വേണമെങ്കിൽ ഇവനെ കൊണ്ട് ആ കൊളത്തിയിട്ടിട്ട് പുതിയ മീനിനെ കിട്ടിയെന്ന് പറഞ്ഞ അവിടെ കൊണ്ടുവരും. രാത്രി തീർക്കാം. ഇല്ലടാ ഇവന്മാരുടെ അടുത്ത് നമ്മൾ കൊണക്കില്ലായിരുന്നു. പക്ഷെ ഇവനൊക്കെ നമ്മളാ പുതിയ ബഗ്. അതെങ്ങനെ നീ അതിന്റെ ഉള്ളിൽ കയറിയടാ മുത്തേ? ഇവിടെ ഒരു 5 മിനിറ്റ് മുമ്പ് എടാ നീ പാന്റ് ഇട്ടോ? മേലുണ്ട്. ശരിക്കും നമ്മളോട് ഇത്ര റെസ്പെക്ട് ഒന്നും ഇല്ലായിരുന്നു. അല്ലല്ല ഹോസ്റ്റലിൽ പറഞ്ഞപ്പോ ഇങ്ങോട്ട് ഒന്ന് കടന്നുറങ്ങും ആ മാസ്ക് എല്ലാം ഒരുക്കി കള്ളത്തരണ നീ. എടാ നമുക്ക് ചിലവരടുത്ത് ചില ഞാൻ ഇങ്ങോട്ട് ഇടും. ആളുകളോടായിരുന്നു ദേഷ്യം, മനസ്സിലായി? ഇതിപ്പോ ആളുകളോടല്ല, ഇത് നമുക്ക് ആ ഗ്യാങ്ങിനോട് തന്നെ ദേഷ്യം. നമുക്കൊരു കൺസൈൻമെന്റ് ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ മോനെ നിനക്കത്? സത്യം ഓർമ്മ ഉണ്ടോ? ഓർമ്മയില്ല നീ മണ്ടൻ. കൺസൈൻമെന്റ് അടിക്കാൻ പോകുമ്പോ ഞങ്ങള് മറ്റേ ഒരു മീറ്റിങ്ങിന് പോകുന്നതിന്റെ ഇടയിൽ നമ്മളിട്ട് ടോർച്ചർ ആക്കിയതൊക്കെ ഓർമ്മ ഉണ്ടോ മോനെ? അതൊക്കെയാണ് പ്രശ്നം. എടാ സെറ്റ് ആയിട്ട് സിറ്റുവേഷൻ ആരാ നോക്കണേന്ന് വെച്ചാ ജസ്റ്റ് ഒന്ന് ചെന്ന് പിൻട്രസ്റ്റോ? അതായത് സിഎമ്മില് ഒരു മിനിറ്റ്. എന്ത് അത് റിക്വസ്റ്റ് ചെയ്തോ? ഇല്ല, അത് റിക്വസ്റ്റ് ചെയ്തോ? റീസൺ എന്താന്ന് വെച്ചാ റിക്വസ്റ്റ് ചെയ്തോ? ഓക്കെ. ശിവയോട് പറഞ്ഞത് എല്ലാ ഗാങ്സും മിക്കതും ചെയ്യുന്ന സാധനം തന്നെയാണ്. ഇതൊന്നും ഫസ്റ്റ് ടൈം ഒന്നുമല്ല. ഈ ഒരു സംഭവം നല്ലവനായി. അതാ പറഞ്ഞേ, POV വെരിഫൈ ചെയ്താൻ. അതല്ലടാ, പറഞ്ഞാ മതി. ഇനീഷ്യൽ POV സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. എടാ ഇവിടെ ടോക്സി ഡിസോർഡർ എന്ന് പറഞ്ഞ അടുത്താണെങ്കിൽ ഇറങ്ങിപ്പെട്ടുണ്ട്. അവനെ ഒന്ന് മറ്റേ FRP ഇട്ട് വെച്ചേക്കാട്ടോ. ആരെ? ടോക്സി അല്ലേ? അവൻ സിറ്റിയിലുണ്ട്. ഇവിടെ വന്ന് അവൻ ഇറങ്ങി എക്സിറ്റ് അടിച്ചു. വീണ്ടും എക്സിറ്റ് അടിച്ചു. അവനെ ഒന്ന് അത് POV വെരിഫൈ ചെയ്തോളും. പുറത്ത് നോക്കാം നമുക്ക്. ചോദിക്കാൻ പറഞ്ഞിട്ട് ചെയ്യാം. എടാ നീ പറ, നമുക്കൊരു എമൗണ്ട് നോക്കാം. അല്ല നീ ഞാനൊരു കാര്യം പറയട്ടാ. നിന്റെ ഗ്യാങ് ലീഡറിന്റെ വില എത്രയെന്ന് അറിയാമോ? ചോദിച്ചില്ല, അപ്പൊ വെക്കാൻ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവനൊരു വിലയില്ല. അപ്പൊ നിന്റെ വില നീ സ്വന്തമായിട്ട് വിലയിരുത്തും. നിനക്ക് പറയാൻ പറ്റൂല. നിനക്ക് അവന്റെ അത്ര ഒരു വിലയില്ല. എന്റെ വില നിനക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നീ വാ, ഒറ്റയ്ക്കുള്ളപ്പോ ഗ്യാങ് ഹൗസ് ഞാൻ കാണിച്ചു തരാം. പോലെ നീ വാ, നീ കണ്ട് നീ മനസ്സിലാക്കിക്കോ. ഞാൻ കാണിച്ചു തരാം. എന്റെ വില ഞാൻ മനസ്സിലായി. ഒളിച്ചു വെച്ചേക്കാണ്. കാരണം അത് പരസ്യമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നിന്റെ ഗ്യാങ് ലീഡർ, അത് നിന്റെ ലീഡർ നിന്റെ ലീഡർ ഉണ്ടല്ലോ. എവിടെ ലീഡർ? അവിടെ ഹോസ്റ്റേജ് ഇവിടെ ഇരിക്കണേ. ലീഡർ പോയി കളക്കാൻ പോയി. ഹോസ്റ്റേജ് എടുക്കുമ്പോ ലീഡർ പോയി തുറാനും. നിന്നെ ഒന്നും ആർക്കും വേണ്ടടാ. നീ അത് മനസ്സിലാക്കടാ. നീ ഇനിയെങ്കിലും സത്യം ലീഡർ അതല്ലേ അർജുന വന്നാ? എടാ രണ്ടാളും കൂടി വേണം, നമുക്ക് 4 ആള് വേണമെന്നാ പറഞ്ഞേ. ഇല്ല, അത് മാർക്ക് വെച്ചോ. ഹോസ്റ്റേജ് എടുത്ത അവനില്ലല്ലോ. അപ്പൊ FRP കിട്ടോ.
ഇതെന്താ നാലാള് നാല് ഭാഗത്തുനിന്ന് മാക്സ് ഗെയിമിങ് 2 തന്തയുടെ സ്വഭാവം കാണിക്കണത് നീയാണ് മോനെ, മനസ്സിലായോ? ഇവിടെ റൂള് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്കറിയാം. മുമ്പുണ്ടാ കൊറേ, മനസ്സിലായോ? കൊറേ മുമ്പാ നിക്കണ്ട. എത്രമാത്രം നിന്നോട് പറയാനുള്ളൂ കേട്ടാ. അറിയാം അവിടെ എന്താ ചെയ്യണ്ടേന്ന്. നീ ആയിട്ട് ഉണ്ടാക്കണ്ട. നീ ചീച്ചിട്ട് കണ്ടേ, ചീച്ചിട്ട് ഇടുന്നോട്ടാ. ഓസ്റ്റേജ് ടൈം കഴിഞ്ഞു. പക്ഷെ അതെന്താന്ന് വെച്ചാൽ അവരൊരു ഡിമാൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിമാൻഡ് അംഗീകരിക്കണം. 4 പേരെത്തിയില്ലേ? നോക്കിയുടെ പൈസല്ലേ ഞാൻ കണ്ടടാ. ലൈവ് ഉണ്ടാവും. ടർഫ് ഞാനായിരിക്കില്ല, ടർഫ് അപ്പം ലൈവ് ഉണ്ടാവും. ഓക്കെ, ബ്രദർ പെൻഡ്രോ ഹലോ മറ്റേ ഞാൻ അത്ര നേരം റൂള് പഠിപ്പിക്കാൻ വന്നവർക്കൊന്നും പറഞ്ഞിട്ട് ഞാൻ ഇന്നാണ് സംഭവം എന്ന് പറഞ്ഞു കൊടുത്തത്. തന്തയ്ക്ക് വിളിക്കാൻ നിൽക്കണേ. അങ്ങനെ ഒരാൾ അവനില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതാ പ്രശ്നം. അങ്ങനെ ഒരാളില്ല. അങ്ങോട്ടേക്ക് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ കെട്ടിയിട നല്ലൊരു ഉരുക്കിന്റെ തൂണുണ്ടാക്കി വെച്ചു. മാറിക്കോ അങ്ങോട്ട് കണ്ടി കണ്ടിയാ മുന്നോട്ട് വരാൻ പറ. ഇവരുള്ളവരുടെ ആരുടെയും പറ. Manabro, electricity, thank you so much for the 75 AD. Manabro, thank you so much. നിനക്കുള്ളതാ പെൻഡ്രോ, നിനക്കുള്ളതാ. നിന്റെ ഹോസ്റ്റേജ് നമ്മുടെ കയ്യിലാ. അപ്പൊ അതിനനുസരിച്ച് സംസാരിക്കടാ, മനസ്സിലായോ? ബാക്കിലെ മെമ്പർ ബുദ്ധിയില്ല. മനസ്സിലാക്കി പ്ലീസ്. കൊണ്ടോ വെൻഡ്രോ, എന്താ വെൻഡ്രോ കണ്ടോ കാണിക്കില്ലേ? എടാ നീ ഒരു കാര്യം ചെയ്യ്. EVXലെ മൊണ്ണയായ ഞങ്ങൾ MRGയോട് സോറി ചോദിക്കുന്നു. ഒരു 15 പ്രാവശ്യം പറഞ്ഞാണ്. നിങ്ങൾ 4 ആളും. നീ എന്തിനാ ഇവിടെ കൈ കാണിക്കുന്നത്? എടാ അങ്ങോട്ട് പോടാ തിട്ട്. EVXലെ മൊണ്ണയായ ഞങ്ങൾ MRCനോട് സോറി ചോദിക്കും. EVX എന്ന നമ്മൾ പൈസ വല്ലതും വേണം. എന്നാ നമ്മളല്ല, എന്നാ മൊണ്ണയായ ഞങ്ങൾ. Manabro, thank you so much. ഇവരോടൊന്ന് മാറിക്കാൻ പറയും. ഹലോ, പിന്നെ ഇവന്മാര് മെസ്സേജ് ഇട്ടില്ല മനസ്സിലായോ? മൊണ്ണയായത് കൊണ്ട് ഇതൊക്കെ നിനക്കുള്ളതാ, മനസ്സിലായ? മേലെ വരുന്നൊക്കെ നിനക്കുള്ളതാ. പറയട്ടടാ പറയട്ടെ. ഒന്ന് പറഞ്ഞ എന്തായിരുന്നു പറയണ്ടേ? മറന്നുപോയി, സോറി. സീരിയസ്ലി മറന്നുപോയി. സോറി, ഒന്നുകൂടി പറഞ്ഞേ. മുന്നയായ EVX ഞങ്ങൾ EVX കണ്ടികളാണ്. മുന്നയായ ഞങ്ങൾ EVS കണ്ടികളാണ്. നിങ്ങൾ കണ്ടികളാണ്, അത് എടുത്തു പറയണം. സ്വന്തം ഗ്യാങ് ആയ EVX ഞങ്ങൾ മൊണ്ണകളാണ്. അല്ലെ ഫുൾ അങ്ങ് പറഞ്ഞടാ. എന്താ റെവല്യൂഷൻ എക്സാ? നമ്മളെ ഓസ്റ്റേ ടൈം കഴിഞ്ഞില്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ പിന്നെ കൊല്ലാൻ പറ്റുമോ? കൊല്ലാം. ഞങ്ങൾ MRCയോട് സോറി ചോദിക്കുന്നു. EVXലെ മൊണ്ണകളായ ഞങ്ങൾ MRCയോട് സോറി ചോദിക്കുന്നു. EVXലെ മൊണ്ണകളായ ഞങ്ങൾ ഇല്ല, ഞാൻ ഇത് നോക്കിയതാ, സിറ്റുവേഷൻ നോക്കിയതാ. അതെന്താണ് സംഭവം? ചോറ് വാങ്ങാൻ പോലും പൈസ ഇല്ല. ചോറൊക്കെ വേണം ഇതിന്റെ ഇടയില്. കണ്ടികളായ ഒന്നും മിണ്ടാതെ പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് പോവായിരുന്നു. മറന്നു ഞാൻ. അങ്ങനെ പൂർത്തീകരിക്കണ്ട. ഈ പയ്യെ തീർത്തിട്ട് പോയാ മതി. പോരട്ടെ. ഫസ്റ്റ് ടൈം കഴിഞ്ഞാണ് ജിൻറ്റൊക്കെ. ഇനി ആളെ കയ്യിൽ വെക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ.
ഓക്കെ അല്ല കത്തിക്കിടന്നാലോ? അത് അവര് അത് ഇല്ല ഇല്ല ഒരു മിനിറ്റ് പറ്റില്ലേ? സെഡ്നസ് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുള്ള ഇതൊക്കെ അവര് അംഗീകരിച്ചിട്ടുണ്ട്. ആ, okay, പിന്നെ okay. നിങ്ങൾ എന്നാ ഇപ്പോഴും അവിടെ എന്നെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്, കത്തിച്ച മനസ്സിലായോ? കത്തിച്ച് കഴിഞ്ഞ ഹോസ്റ്റൽ സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ആ, ആ. നോക്കി നോക്കിയാണ് ഒന്ന് അല്ലേ ഒന്ന് പറഞ്ഞ സൈഡിൽ നിൽക്കുന്ന എന്ത് പേര് പറഞ്ഞല്ലോ. എന്ത് ആ EVX എന്ന് ഞങ്ങൾ കണ്ടി ഓക്കേ. നീ നിന്നെ തന്നെ മറന്നുപോയാ? ആരും പറഞ്ഞു കൊടുക്കണ്ട, അവൻ സ്വന്തമായിട്ട് പറയട്ടെ. സ്വന്തമായിട്ട് പറഞ്ഞ 15 ദിവസം പറയട്ടെ. EVX എന്ന ഞങ്ങൾ EVX അതെ. ഇനി തെറ്റിക്കുമ്പോ എണ്ണം കുറയും കേട്ടാ. ടൈം ഇമ്പോർട്ടന്റ് ഉണ്ട്, പക്ഷെ ഹോസ്റ്റേജ് കയ്യിലുള്ളപ്പോ അതിന് വാല്യൂ കൊടുക്കുകയും വേണ്ട ബ്രോ. അതെ. അവര് പറയുന്ന ഡിമാൻഡ്സ് അംഗീകരിച്ചല്ലേ പറ്റത്തുള്ളൂ. ടൈം മാത്രല്ലല്ലോ, ലൈഫിന് ഇതില്ലേ ഇത് നമ്മ ടൈം പറയിപ്പിക്കാനുള്ള ഇത് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അവരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാൻ പറ്റില്ല. സോറി എന്ന് പറയുന്നത് EVX എന്ന് ഞങ്ങൾ സോറി എന്ന് പറയുന്നത് ഇഷ്ടമല്ല. MRCയോട് സോറി ചോദിക്കുന്നത്. EVX മണ്ണങ്ങളായ ഞങ്ങൾ MRCയോട് സോറി ചോദിക്കുന്നത്. EVX മണ്ണങ്ങളായ ഞങ്ങൾ MRCയോട് സോറി ചോദിക്കുന്നു. EVX മണ്ണങ്ങളായ ഞങ്ങൾ ചോറില്ല, ചോറില്ല. ഏടാ മണ്ടന്മാരെ സോറി. അയ്യോ ചോറില്ല, അത് പാവം പയ്യൻ, അതായത് വൺസ് അവരുടെ കയ്യിൽ ഹോസ്റ്റേജ് ഇരിക്കുമ്പോൾ 1000 വട്ടം അതിന് അങ്ങനൊന്നും പറ്റത്തൊന്നുമില്ല. അത്ര ഇതൊന്നും പറ്റത്തില്ല. സോറി സോറി എന്ന് തന്നെ എത്ര 1000 വട്ടമൊക്കെ പറയുന്നുണ്ടെങ്കിൽ എത്ര ടൈം എടുക്കും ഇപ്പൊ? ബ്രോ, അതായത് ഹോസ്റ്റേജ് കയ്യിലിരിക്കുമ്പോൾ ഹോസ്റ്റേജിന് വാല്യൂ കൊടുക്കണം, ഹോസ്റ്റേജിന്റെ ലൈഫിന് വാല്യൂ കൊടുക്കണം. അത് അവര് പറയുന്ന ഡിമാൻഡ്സ് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. ഹോസ്റ്റേജിന്റെ ലൈഫിനാണ് വാല്യൂ. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഹോസ്റ്റേജിന്റെ ലൈഫിന് കഴിഞ്ഞിട്ട് അവർ കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ലല്ലോ 13 ആയിട്ടുള്ളൂ, 13 ആയിട്ടുള്ളൂ. 13. EVX മണ്ണങ്ങളായ ഞങ്ങൾ പക്ഷെ കേറിയിട്ട് വേറെ ലൊക്കേഷനിലല്ലോ പോയി ഇറങ്ങിയ അല്ല. MRCയോട് സോറി ചോദിക്കുന്നു. EVX മണ്ണങ്ങളായതുകൊണ്ട് MRCയോട് സോറി ചോദിക്കുന്നു. കഴിയില്ലേ? ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ നിങ്ങൾ? ഹാപ്പിയാണ് ഹാപ്പിയാണ് ഹാപ്പിയാണ്. ഇനി ഒന്നുകൂടി ഞങ്ങളാണ് ആ ഇല്ല തീർത്തോ. അപ്പോ എന്നാ പൊയ്ക്കോ. ഓക്കെ ടാറ്റാ, ബൈ ബൈ. സന്തോഷം. അപ്പോ കുറയ്ക്കുന്നവരൊക്കെ കെട്ടിയിടാൻ പഠിക്കണം. മനസ്സിലായ നീ ഇറങ്ങിപ്പോ. അപ്പൊ ഇത്രയും നാള് കണ്ടിരുന്ന ഹോസ്റ്റേജ് സിറ്റുവേഷൻ ഒന്നും നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ലേ? ഇല്ല, പറയിപ്പിച്ചു മറ്റേ സോറി പറയിപ്പിച്ചു